എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, അബ്യൂസ് ഉണ്ടാകുമ്പോൾ അത് ആരെടുത്ത് ഞാൻ പോയി പറയണം. എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് സംഭവിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു കുഞ്ഞ് എന്നുള്ള തീരുമാനം എടുക്കുക. അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ വന്നിട്ട് അപ്പോഴത്തെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്, അതായത് ഇത് മനോരമയുടെ അജണ്ടയാണ്, ദറ്റ് ഒരു മുസ്ലിം കുട്ടീനെ അവർ പൊട്ട് തൊട്ട് നിർത്തിയത്, അവർക്കൊരു ക്രിസ്ത്യൻ കുട്ടീനെ ഒരു ഹിന്ദു കുട്ടീനെയൊക്കെ പൊട്ട് തൊട്ട് നിർത്തായിരുന്നു. ഐ വുഡൻറ്റ് റെക്കമെൻഡ് ഒരു ചൈൽഡിന് റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട്, ഒരു മുസ്ലിം ആയിട്ടുള്ള അച്ഛനും അമ്മയുടെ ആയതുകൊണ്ടാണ് കുഞ്ഞായതുകൊണ്ട്. അപ്പം എൻ്റെ മകനൊരു റിലീജിയൻ ഇല്ല, അത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് മതം ആയതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ടാണ്. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റിലീജിയസ് സ്പേസിലൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഇത് ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അനിയൻ വന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ കുറി തൊട്ടപ്പോൾ അവർ ഹിന്ദു ആണല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ലോകത്തെ ഏറ്റവും നല്ല ആൾ ഞാനായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നു. എനിക്കൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 10 ആക്കിയിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ സംസാരിക്കുമ്പോഴും പറയുന്നത് തന്നെ ചെന്നൈയിൽ വിട്ടതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഞാൻ തയ്യാറല്ല. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവിവെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഫറ ഷിബ്ലയാണ്. വെൽക്കം. താങ്ക് യു. എനിക്ക് ഒരുപാട് നാൾ മുതലുള്ള ഡൗട്ടാണ്, ഫറ ഷിബ്ലയാണോ ഷിബ്ല ഫറയാണോ? അത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ രണ്ടുപേരും കൊടുത്തേക്കുന്നു. കൂടുതൽ കൺഫ്യൂസിങ് ആയി. അതായത് ശരിക്കും എൻ്റെ പേര് ഷിബ്ല എന്നാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എൻ്റെ പേര് എനിക്കൊരു ചെറിയ, അതായത് അത്ര നോർമൽ പേരല്ലല്ലോ. അപ്പോൾ ഞാൻ ആൾക്കാരോട് എന്താ പേര് ഷിബ്ല എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കും, എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പയും ഉമ്മയും കഥ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, അവരെനിക്ക് ഫർഹ എന്നാണ് പേരിടാൻ. ഫർഹയാണോ ഫർഹാനയാണോ അങ്ങനെ ഒരു പേരാണ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ അതേ സമയത്ത് ഫാമിലിയിലുണ്ടായ വേറൊരു കുട്ടിക്ക് ഫർഹാന എന്ന് പേരിട്ടു. അപ്പോൾ പിന്നെ അത് ഇടാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉപ്പ ഷിബ്ല എന്നിട്ടതാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കാം, അത് എൻ്റെ പേര് എന്നുള്ള ഞാനത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു പേരാണെങ്കിൽ, ഫർഹയൊക്കെ കുറച്ച് നോർമൽ, ഫർഹാനൊക്കെ കുറച്ച് നോർമൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നോർമലായിട്ടുള്ള പേരാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ആങ്കറിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഫേസ്ബുക്ക് ഇങ്ങനെ വരുന്നത്. ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഷിബ്ല എന്ന് മാത്രം ഇടണ്ട, ഒരു സെക്കൻഡ് നെയിമും കൂടെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പം ഞാൻ ഇട്ടത് ഫറ ഷിബ്ല എന്നാണ്. പിന്നെ അത് ഇൻസ്റ്റഗ്രാം വന്നപ്പോഴൊക്കെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരു ഇതും കൂടെ ചോദിക്കല്ലോ, അത് ഷിബ്ല ഫറയായി. അപ്പോൾ ആൾക്കാർ രണ്ട് തരത്തിലും വിളിക്കും, ഷിബ്ല ഫറ എന്ന് വിളിക്കും, ഫറ ഷിബ്ല എന്ന് വിളിക്കും, ഷിബ്ല എന്ന് മാത്രം വിളിക്കുന്നവരുണ്ട്, ഫറ എന്ന് മാത്രം വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഏതാണെങ്കിലും എന്നെയാണ് എവിടുന്ന് ആൾക്കൂട്ടത്തിന് എവിടുന്ന് വിളിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞ തല പൊക്കുന്ന അവസ്ഥ, എന്താണെങ്കിലും വിളിക്കാം. അതെ, മലപ്പുറം ആ സൈഡിലോട്ട് കൂടുതലും ഈ ഒന്നാമത് മുസ്ലിം ഫാമിലീസിലൊക്കെ വരുന്ന പെൺകുട്ടികൾ ആ സമയത്തൊക്കെ കൂടുതലും ഒരു 18-19 വയസ്സിൽ കല്യാണം കഴിപ്പിക്കുക അങ്ങനെ കാണുന്നതാണ്. എല്ലാവരും എന്നല്ല, ഒരു ഭൂരിപക്ഷവും നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് തൻ്റെ കരിയർ ചൂസ് ചെയ്ത് അങ്ങനെ പോവാനായിട്ട് എങ്ങനെയാ ഷിബ്ലയ്ക്ക് പറ്റിയത്? അത് ഈ പറഞ്ഞ പോലെ ആങ്കറിങ് ചെയ്യുന്നതിനോട് വീട്ടിൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ അതിനൊരു ആർട്ടായിട്ട് തന്നെ ഓക്കെ, അതായത് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ. ആൻഡ് ദേ ന്യൂ ദറ്റ് ഇറ്റ്സ് എ സേഫ് പ്ലേസ്. ബിക്കോസ് നമ്മളൊരു എന്താ പറയുക, ഒരു ഓഫീസിലാണ് പോണത്, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യണത്. അല്ലാണ്ട് നമ്മൾ പോവുകയാണെങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ പോകണേ. നമ്മളിപ്പോൾ രാവിലെ പോകുന്ന സമയത്താണെങ്കിലും ആ ആൾക്കാർ എല്ലാം എന്താ പറയുക റെക്കോർഡഡ് ആണ്, ഒരു ഫ്രീ സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ. പിന്നെ ഞാൻ ചെന്നൈയിലൊക്കെ പോയപ്പോൾ തൊട്ട്, ഞാൻ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നും ഇപ്പോൾ സംസാരിക്കുമ്പോഴും പറയുന്നത് തന്നെ ചെന്നൈയിൽ വിട്ടതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ബിക്കോസ് ആ ഒരു ഇൻഡിപെൻഡൻസ് വന്നു എന്നുള്ളത് കൊണ്ട്, മേ ബി ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ ശരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു റിലീജിയസ് സ്പേസിലൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ ഇത് ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അനിയൻ വന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ കുറി തൊട്ടപ്പോൾ അവർ ഹിന്ദു ആണല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്.
അതെന്താണ്, ഐ മീൻ ലൈക്ക് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? എല്ലാവരും മനുഷ്യന്മാരാണ്. എൻ്റെ വീട്ടിലുണ്ടല്ലോ നൂർജാൻ, എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കും. അപ്പോൾ എല്ലാ ദിവസവും അത് കഴിക്കാൻ വരുന്നത് ഒന്ന് നാസർ കാക്കയും അതിൻ്റെ കൂടെ തന്നെ രമേശ് ചേട്ടനുമാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരൊക്കെ. എല്ലാ സൺഡേയും മിക്കവാറും രാവിലെകളിൽ അവർ വരുമായിരുന്നു. അതേപോലെ മധുവങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളി അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ പ്രസാദം ഉണ്ടാവും കയ്യിൽ. ചിലപ്പം നമുക്ക് കഴിക്കാനുള്ള പോലത്തെ മറ്റാവലും അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറി തൊടുന്ന സാധനം. അപ്പം ഞാനതെടുത്ത് തൊടാറുണ്ട്. അപ്പം ആ സമയത്തൊന്നും എൻ്റെ വീട്ടിൽ അങ്ങനെ വേറെ റിലീജിയനാണ് അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരാളെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമായത്? കാരണം എൻ്റെ അടുത്ത് എന്നോട് അങ്ങനെ വേറെ ഇപ്പം ഇത് തെറ്റാണ് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. എനിക്ക് വേറെ എന്തെങ്കിലും റീസൺ നിങ്ങളുടെ അടുത്തുണ്ടോ ദാറ്റ് ഇത് പറ്റില്ല എന്നുള്ള റിലീജിയൻ അല്ലാണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഞാൻ പറയണത്, ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത വ്യക്തി ശരിയാവണം എന്നില്ല. ഐ വുഡൻറ്റ് സേ ദാറ്റ് ഐ ഹവ് ചൂസൺ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അതൊന്നുമല്ല ഞാൻ പറയണേ. പക്ഷേ ആ ഒരു ചോയ്സ് എനിക്ക് തന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. അതായത് പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പഠിച്ചത്. ഞാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം തന്നത് അവരാ. അത് തരേണ്ട സാധനമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ, എനിക്ക് ഇത്രയും. അപ്പം ഞാൻ പിന്നെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്ത് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് റിലീജിയൻ ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ മദ്രസയിൽ പോയിട്ടുള്ള ആളാണ് 7ാം ക്ലാസ് വരെ. എനിക്ക് തോന്നുന്നു ഞാനേതോ പൊതുപരീക്ഷയിൽ റാങ്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐ വുഡൻറ്റ് റെക്കമെൻഡ് ഒരു ചൈൽഡിന് റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 18 വയസ്സൊക്കെ ആയിട്ട് അവർക്ക് വാണ്ട് ടു ലേൺ അബൌട്ട് എ റിലീജിയൻ, അവരത് പഠിച്ച് അവർക്ക് അപ്പോൾ ഏതെങ്കിലും റിലീജിയൻ ഇത് കൊള്ളാലോ എന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളില്ല എന്ന് തോന്നുകയാണ്. അങ്ങനെയുള്ള ഇപ്പം ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട്, ഒരു മുസ്ലിം ആയിട്ടുള്ള അച്ഛനും അമ്മയുടെ ആയതുകൊണ്ടാണ് കുഞ്ഞായതുകൊണ്ട്, അപ്പം എൻ്റെ മകനൊരു റിലീജിയൻ ഇല്ല. അത് ഞങ്ങൾ രണ്ടുപേരും 2 മതം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ടാണ്. ഞാൻ അവന് റിലീജിയസ്ലി ഉള്ള കാര്യങ്ങളൊന്നും അവന് ഒരുപാട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാറില്ല. ഞാൻ കഥകൾ പോലെ ചിലപ്പോൾ പറയും, ഇങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം ഹോട്ട്സ്റ്റാറിൽ മഹാഭാരതത്തിൻ്റെ AI ഉണ്ടല്ലോ. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇരുന്നിട്ട് പറഞ്ഞു, വീറിനിങ്ങനെ AI ഒക്കെ അവർക്ക് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് അല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, വീർ ഇത് ഫുൾ AI ആണ് അറിയോ, ഇത് ഫുൾ AI ക്രിയേറ്റഡ് ആണ് അറിയോ. അപ്പം ചോദിച്ചാൽ മഹാരാഷ്ട്ര അല്ലേ? വീർ മഹാരാഷ്ട്ര അല്ല, മഹാഭാരതമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയിട്ടാണ് മോന് കണക്ഷൻ ഉള്ളൂ. എൻ്റെ ഫാമിലി ആയിട്ടൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ ദുസ്വപ്നം കാണാതിരിക്കാനൊക്കെ എന്തോ ചൊല്ലുന്നൊക്കെ ഞാൻ കേൾക്കലുണ്ട്. അത് അമ്മ ഇങ്ങനെ പറയും, ഇങ്ങനെ പേടിയാണ് ഇങ്ങനെ. അപ്പോൾ അതിനൊന്നും ഞാൻ എതിരുമല്ല കേട്ടോ. ഞാൻ പറയുന്ന ഒരു റിലീജിയസ് കാര്യങ്ങൾക്കും ഞാൻ എതിരല്ല. അതേ സമയത്ത് ഞാൻ വിചാരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവർ എന്ത് ജോലി ചെയ്യണമെന്നും അവരുടെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കണം എന്നും ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം എന്നാ. ചിലപ്പോൾ അവർക്ക് തെറ്റ് പറ്റുമായിരിക്കും. അതിപ്പം നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്താലും തെറ്റാവാം അല്ലേ? നമ്മൾ ന്യൂസസ് കാണുന്നതാണല്ലോ. നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്ത ഒരാളും തെറ്റാവാം. തെറ്റ് സംഭവിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. തെറ്റ് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴോ ചെയ്താൽ എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിച്ചാൽ മതി. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളെ നമ്മളാണെങ്കിലും പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ചോദിച്ചു വന്നത് എങ്ങനെയാണ് അതുപോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പിന്നെ ഞാൻ എൻ്റെ ഫ്രീഡം ചൂസ് ചെയ്തു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് എനിക്ക് എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പൊതുവെ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതായത് എല്ലാ കാര്യത്തിനും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഇതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും എന്നോട് പാരൻസ് ചോദിക്കും കേട്ടോ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത സൈക്കോളജിയിലാണ്. എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ അതിൽ വെൻ്റ് ഔട്ട് സെഷൻസും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നോട് ഇപ്പോഴും ഇടയ്ക്ക് കസിൻസൊക്കെ വിളിക്കുമ്പോൾ എന്നോട് ഏറ്റവും ദേഷ്യം നീ പഠിച്ചത് കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതാണ്, അതിൽ വർക്ക് ചെയ്തുകൊണ്ട് പോയില്ല എന്നുള്ളത്. അത് പലപ്പോഴും എൻ്റെ സമയം, പിന്നെ നമ്മുടെ ഷെഡ്യൂൾസ്, മോന് അപ്പോൾ അവന് കൊടുക്കേണ്ട സമയം, അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് കുറച്ച് ഡിലേ ആയത്. ബട്ട് സ്റ്റിൽ പിന്നെ ഞാനായിട്ട് ചൂസ് ചെയ്ത അതിപ്പോൾ ഞാൻ ആർക്കും ഞാൻ ആ ഫ്രീഡം കൊടുക്കാറുമില്ല. അതായത് ഞാൻ ചെയ്യുന്ന ആർട്ടിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാൻ ഞാൻ ആരെയും സമ്മതിക്കാം. യു ആർ ഹാപ്പി, റൈറ്റ്? അല്ലേ? അതാണല്ലോ ഇമ്പോർട്ടന്റ് അല്ലേ?
അതിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഫഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ഫാമിലിനേക്കാളും കൂടുതൽ ജഡ്ജ്മെന്റ്സ് വരുന്നത് നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പോലും ചില നാടുകളിലൊക്കെ നമ്മളിപ്പോൾ ഒരു മീഡിയയിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര അലിഗേഷൻസ് ഒക്കെ ആയിരിക്കും നമ്മളുടെ എതിരായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഒരു മലപ്പുറത്തു നിന്ന് ഇവിടെ വരുന്ന കൊച്ചിയിലൊക്കെ ആയിരിക്കുമല്ലോ ഷൂട്ട്, ഇവിടെ വരുന്നു അല്ലെങ്കിൽ ചെന്നൈ പോയി പഠിക്കുന്നു, സൊസൈറ്റിയിൽ നിന്നുള്ളൊരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉള്ളതിനെക്കാട്ടിലും പ്രശ്നം ബാക്കി ഫാമിലി മെമ്പേഴ്സിനാണ്, എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിനാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത് പക്ഷേ ഞാൻ അപ്പോഴും അവരെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യില്ല. ഞാൻ ഉമ്മ എന്താണ് മനസ്സിലാക്കാത്തത്, ദാറ്റ് അത് അവരെ സംബന്ധിച്ച് അത് വേറൊരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉപ്പയും സഫർ ചെയ്യുന്നുണ്ടെന്ന് വെച്ചോളൂ. അതായത് ഞാൻ എന്നെ അകത്തി നിർത്തിയതുകൊണ്ട് എന്തായാലും വിഷമമുണ്ട്, അവരുടെ കുട്ടിയാണല്ലോ ഞാൻ. ആ വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം ഒരിക്കലും എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പറിന് മനസ്സിലാവില്ല. അത് നമ്മൾ പറയില്ലേ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്കൊരു കഥ പോലെ. അപ്പോൾ അവർക്കത് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ആസ് എൻ എന്താണ് എൻ്റെ ഫാമിലിക്ക് അത് മനസ്സിലാവാത്തത്. ദാറ്റ് ഇപ്പം ഞാൻ എല്ലാ സമയത്തും പറയാം, എൻ്റെ മോനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് മാറ്റി നിർത്താൻ ഞാൻ റെഡിയല്ല. എൻ്റെ മദർ ഇൻസ്റ്റിങ്ക്റ്റ് അതിന് സമ്മതിക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വെറുതെ ഭാര്യയിലാണെന്ന് തോന്നുന്നു ഒരു ഹോർഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനാണ് ഒരു സാരി ഉടുത്തിട്ട് പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. വേറെയും 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു പല സാധനങ്ങളായതുകൊണ്ട് നമ്മളൊരു ഹോർഡിങ്ങിന് വേണ്ടി അപ്പോൾ നമ്മൾ ചെല്ലുന്നു, നമുക്കൊരു കോസ്റ്റ്യൂം അവരെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കോസ്റ്റ്യൂം വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ കോസ്റ്റ്യൂം ഇട്ട് ഇതൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇത് എയർപോർട്ടിൻ്റെ അവിടെ ഒരു വലിയ ഹോർഡിങ് വന്നു അന്ന്. നമ്മുടെ അവിടുന്ന് കാലിക്കറ്റ് പോകുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ വന്നിട്ട് ഉപ്പയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് ഇത് മനോരമയുടെ അജണ്ടയാണ്, ദറ്റ് ഒരു മുസ്ലിം കുട്ടീനെ അവർ പൊട്ട് തൊട്ട് നിർത്തിയത്. അവർക്കൊരു ക്രിസ്ത്യൻ കുട്ടീനെ ഒരു ഹിന്ദു കുട്ടീനെയൊക്കെ പൊട്ട് തൊട്ട് നിർത്തായിരുന്നു. പക്ഷെ അപ്പം മനോരമ അവിടെ ടാലന്റ് അല്ലേ നോക്കുന്നത്. ഞാൻ ആ സമയത്ത് അപ്പം ഞാൻ പറയണേ, ഇത് ഇങ്ങനത്തെ മനുഷ്യരോട് നമ്മൾ കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇൻജെക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവർ നമുക്ക് ഇതുവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. ആ സമയത്ത് എനിക്ക് അതറിയില്ലായിരുന്നു ഞാൻ ഇയാളത് എന്താ പറയുന്നത്. ബിക്കോസ് ഐ വാസ് ടു യങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട്. ഐ വാസ് ലൈക്ക്, എന്ത് നോൺസെൻസ് ആണ് ഇയാൾ അറിയില്ലാത്ത സമയം, എന്ത് നോൺസെൻസ് ഇയാൾ പറഞ്ഞു. അപ്പോൾ ഉപ്പത് കേട്ടിട്ട് ഉപ്പ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടല്ലോ. എൻ്റെ ഉപ്പ ഭയങ്കര കൂള് മനുഷ്യനാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ചേർന്ന് ഉപ്പനെ ഒരു പൊസിഷനിൽ ഇരുത്തിയ ഒരു പൊസിഷനിൽ വെച്ചിട്ട് പുള്ളിയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാമിലി മെമ്പേഴ്സ് ഞാൻ എപ്പോഴും വിചാരിക്കും, നമ്മൾ പറയല്ലോ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ലെങ്കിൽ കോൺവെർസേഷൻ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. അതെ. ഇപ്പൊ ഈ മാരേജിന്റെ ടൈമിലും ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ആയോ ഇപ്പം അവര്? ഇല്ല, അത് ഓക്കെ എന്ന് പറഞ്ഞാലേ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് അവർക്കിപ്പോൾ അങ്ങനെ എന്നോടൊരു ദേഷ്യമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അതിപ്പോൾ എനിക്കും ഇല്ല. ഇപ്പം എനിക്ക് ഒരു സമയത്തൊക്കെ തോന്നിയിരുന്നു, ഞാൻ അതായത് എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇതൊക്കെ മിസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ ഭയങ്കര നന്നായിട്ട് കെയർ ചെയ്യും കേട്ടോ. അമ്മയ്ക്ക് 3 ആൺകുട്ടികളാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അവർക്കൊരു മോളെ കിട്ടി. അപ്പോൾ അവർക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഒരു കുട്ടിയുടെ ഡെലിവറി ടൈം ഒന്നും ഹാൻഡിൽ ചെയ്തിട്ട് അവർക്ക് അറിയില്ല അമ്മയ്ക്ക്. പക്ഷെ അമ്മ ഞാനിങ്ങനെ കേൾക്കും അമ്മ ഓരോരുത്തരോട് ചോദിക്കണത്, എന്താ കൊടുക്കേണ്ടത്, ഏത് ലേഹ്യ കൊടുക്കേണ്ടത്, എവിടുന്ന് അത് വാങ്ങേണ്ടത്, എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്. അമ്മയാണ് എന്നെയും മോനെയും കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്തത് കേട്ടോ. പ്രഗ്നൻസി പീരീഡ് ഫുള്ള്, കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടും. ഒരു പക്ഷേ ഇപ്പോഴും മോൻ്റെ കാര്യത്തിൽ അവനൊരു 2 years ഒക്കെ ആവുന്നവരെ നവധാന്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. മനസ്സിലായി. ഇത് ഉണ്ടാക്കുന്ന ഇച്ചിരി ടഫാണ്. നമ്മൾ ഈ നട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ ഉണക്കി ഒക്കെ ആക്കി പൊടിച്ച് ഒക്കെയാണ് ഇത് തരിക. അത് അവനൊരു 2-2.5 വയസ്സാവുന്നവരെ അമ്മ സ്ഥിരമായിട്ട് നമ്മൾ ചെല്ലുമ്പം തന്നു വിടുവായിരുന്നു. വീട്ടിൽ തന്നെ പൊടിച്ച് ആക്കി വീട്ടിൽ തന്നെ പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി അതൊക്കെ തന്നു വിടുമായിരുന്നു. ഇപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ അവൻ്റെ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അമ്മയാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി അൺഫെയർ ടു സേ ദാറ്റ് എനിക്ക് അപ്പോഴും അമ്മയുടെ ഫുഡ് മിസ് ചെയ്യണ്ടായിരുന്നു, ഉമ്മയുടെ ഫുഡ് മിസ് ചെയ്യണ്ടായിരുന്നു. അമ്മ അതേപോലെ എന്താ പറയുക, എനിക്ക് ആ സമയത്ത് എനിക്ക് മുമ്പ് ഇഷ്ടമുള്ള പല സാധനങ്ങളും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ ആ സമയത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ മീൻകറി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലാണെന്ന് അറിയുമ്പോൾ അമ്മ അത് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അത്രയും കെയർ ചെയ്യുന്ന അമ്മയാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, എൻ്റെ വീട്, അതൊക്കെ എനിക്ക് മിസ് ചെയ്യാം. എനിക്ക് എല്ലാ സമയത്തും തോന്നും ഒരു പക്ഷേ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും
ആ സമയത്ത് നമ്മുടെ അമ്മ എന്നുള്ളത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്താണ് ഇവർ ഒന്നും അന്വേഷിക്കാത്ത, എന്താ അറിയാത്ത. ഇന്നിപ്പം നമുക്കിപ്പോൾ സ്റ്റോറി ഇൻസ്റ്റഗ്രാമൊക്കെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പം സ്റ്റോക്കെങ്കിലും ചെയ്യാം. അന്ന് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പം അന്ന് എനിക്ക് വിഷമം വരികയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ സ്പിരിച്വലി കുറച്ചും കൂടെ ഒരു ബെറ്റർ പൊസിഷനിലെത്തിയപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു ഹെയ്റ്റും ഹോൾഡ് ചെയ്യണില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതെല്ലാ സമയത്തും എനിക്ക് മനസ്സിലാവും കേട്ടോ. അവർ സൊസൈറ്റിയിൽ എന്ത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് മനസ്സിലാവും. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്ക് അവരുടെ കൂടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ആസ് എ ഡോട്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. ദേ ആർ ഓൾസോ ഏജിങ് അല്ലേ. അപ്പം അവർക്ക് ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാനും എനിക്ക് പറ്റുന്നില്ല. ഈവൻ ഇഫ് അത് മാത്രമാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു കാര്യം. അതർവൈസ് അവരെന്തുകൊണ്ട് ഇത് ചെയ്യണു എന്നുള്ളത് എനിക്ക് ഭയങ്കര ക്ലിയർ ആണ്. ബട്ട് എല്ലാവരും കൂടി ഒത്തുചേരുന്ന ഫംഗ്ഷൻസ്, അതൊക്കെ എനിക്ക് മിസ് ചെയ്യും. അതെ, അതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീൽ. പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലൊരു പെരുന്നാളാക്കാൻ വേണ്ടി നോക്കും. ഞാൻ മിക്കവാറും മൈലാഞ്ചിക്ക് ഇടും, ഞാൻ പുതിയ ഡ്രസ്സൊക്കെ എടുക്കും, ബിരിയാണിയൊക്കെ വെക്കും. ബട്ട് സ്റ്റിൽ അവിടെ അത് വേറെ വൈബാണല്ലോ. ഏതെങ്കിലും പെരുന്നാളിന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇന്നും വിളിക്കും? ഇല്ല, പെരുന്നാളിന് വിളിക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാറില്ലേ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഡെലിവറി സമയത്ത് ഞാൻ C-സെക്ഷൻ ആയിരുന്നു. പക്ഷെ ഡെലിവറി റൂമിൽ പോകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. നമുക്കറിയില്ല എന്ത് ബേബിയാണെന്ന്. പക്ഷെ എന്ത് ബേബി ആണെങ്കിലും നമുക്ക് കുറച്ച് പേരെ അറിയിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എസ്പെഷ്യലി ഹസ്ബൻഡിനോട് എടുത്ത് പറഞ്ഞിരുന്നു, വീട്ടിലേക്ക് നമ്മളതിൽ നമ്പറൊക്കെ ഉണ്ടല്ലോ, വീട്ടിലേക്ക് അയക്കണം. അപ്പോൾ അത് അയച്ചിട്ട് എനിക്ക് റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതെടുക്കാൻ. പക്ഷേ നൗ ഐ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്യണേ. ആൻഡ് എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനത് നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ പറയില്ല, നമ്മളതിൽ ഓക്കെ ആവും, അത് നമ്മൾ നോർമലാവും. എപ്പോഴെങ്കിലും അങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമോ? പ്ലാൻ ഉണ്ടോ അങ്ങനെ നേരിട്ട് ചെന്ന് ഒരു ഹഗ്ഗിൽ തീരുന്നതാണോ ഇനി? ഞാൻ പറയുന്നത് അതാണ്. അവരും ഇപ്പം ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, എൻ്റെ ഉപ്പയുടെ സിസ്റ്ററിൻ്റെ മോൻ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അവർക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പക്ഷെ അവർക്ക് അവരുടെ കൾച്ചറൽ റീസൺസ് ഉണ്ട്, റിലീജിയസ് റീസൺസ് ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മയ്ക്കൊരു ഗ്രേ ഏരിയ ഇല്ല, ശരിയും തെറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. അപ്പോൾ ന്യൂട്രലായിട്ടൊന്നും ഇല്ല, അങ്ങനെ ഇല്ല. എനിക്കറിയാം. അത് ഷീസ് എ സ്ട്രോങ് വുമൻ അല്ലേ? ഷീസ് എ സ്ട്രോങ് വുമൻ ആൻഡ് ഐ വാസ് ഹെർ ഡയറി ഒരു സമയത്ത്. ഷീ യൂസ് ടു ടെൽ മീ എവറിത്തിങ്. അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നേ. നിങ്ങളൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു തോന്നുന്നു. ഞാനും ഉമ്മയും നല്ല കൂട്ടായിരുന്നു. പക്ഷെ ഉമ്മ എപ്പോഴും പറയും നിനക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഉപ്പേനെയാണ്. എൻ്റെ വീടിന്റെ പേര് ബൂൺവില്ല എന്നാണേ. അപ്പൊ ഞാൻ ശരിക്കും ബൂൺവില്ലൊരു പ്രിൻസസ് ആയിരുന്നു. ഞാൻ വലിയ മോള്, മൂത്ത കുട്ടിയായിരുന്നു. പിന്നെ 3 അനിയന്മാരാ. ഉമ്മയുടെ വീട്ടിൽ ആദ്യം ഉണ്ടാവുന്ന കുട്ടി ഞാനാ. അവര് 3 മക്കളാ. അതിൽ ഏറ്റവും മൂത്ത ആളല്ല, മൂത്ത ആൺകുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മയാണ്. അപ്പം ഉമ്മയ്ക്ക് ഉണ്ടാവുന്നത് വെൻ ഷി വാസ് 17. ഷി വാസ് എ ടീനേജർ. അപ്പോൾ അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഞാനും എൻ്റെ ചെറിയ അനിയനും തമ്മിൽ ആ ഡിഫറൻസ് ഉണ്ട്. ഞാൻ +1 പഠിക്കുമ്പോഴാണ് ചെറിയ അനിയൻ ഉണ്ടാവണേ. അപ്പോൾ ഞാൻ അത്രയും ഭയങ്കര പാമ്പേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഉമ്മയും ഞാനും തമ്മിലും 19 വയസ്സ് വ്യത്യാസമുള്ളൂ. എൻ്റെ ബ്രദറും ഞാനും തമ്മിൽ 13 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉമ്മിക്കെന്നെങ്കിലും എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവർക്ക് നമ്മളല്ലേ ഉള്ളൂ ഫ്രണ്ടായിട്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. എനിക്കൊരു 4 years ഒക്കെ ആയപ്പോൾ എന്നെ 5 years ആയപ്പോൾ എന്നെ ഉമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പം ഒരു സമയത്ത് അത് ഭയങ്കര വിഷമമായിരുന്നു. ഐ യൂസ് ടു തിങ്ക് എന്താ എന്നെ അങ്ങനെ അബാൻഡൻ ചെയ്തത് എന്നായിരുന്നു എൻ്റെ ഫീലിംഗ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മ 2ാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, ഉമ്മക്കാണ് പ്രഗ്നൻസി ഭയങ്കര ഡിഫിക്കൽട്ട് പ്രഗ്നൻസീസാണ്. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ട്. പ്ലസ് ഉപ്പയുടെ വീട് ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷേ എനിക്ക് ആ സമയത്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആരുടെ അടുത്താ ചെന്ന് പറയാം. ഐ വാസ് ഓൾവേസ് വെരി പാമ്പേർഡ്. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആ സമയത്ത് അങ്ങനെ എന്താണ് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് എപ്പോഴും അതിൻ്റെ ഒരു വേദന എനിക്ക് എപ്പോഴും ഞാനും കുഞ്ഞല്ലേ, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ തേഴ്സ്ഡേ ഈവനിങ് അവനിങ്ങനെ വെയിറ്റ് ചെയ്യും. ബിക്കോസ് മദ്രസയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേ ഈവനിങ്സ് എനിക്ക് വീട്ടിൽ പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ സ്കൂൾ കഴിഞ്ഞാണ് തിരിച്ചു വരിക. അപ്പോൾ ആ ഒരു രാത്രിയാണ് എനിക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കിട്ടുക അന്ന്.
പിന്നെ ഞാനൊരു 8th ആയപ്പോഴാണ് ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്നത്. 7th വരെ മദ്രസയിൽ പഠിച്ച് ഓക്കെ ഇനിയിപ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ പക്ഷെ അതും ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലൈക്ക് ഷി വാസ് എ ടീനേജർ ആൻഡ് ഉപ്പക്കും 23 വയസ്സോ 24 വയസ്സോ ഉള്ളൂ. അപ്പോൾ ഇന്ന് 24 വയസ്സായ ആൾക്കാർ നടക്കുന്നതും എൻ്റെ ഉപ്പേനെയും കാണുന്ന സമയത്തെ ഐ ഫീൽ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് വൈ. പക്ഷെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും അമ്മ എല്ലാ സമയത്തും പറയും ഞാൻ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ആക്കാൻ, അമ്മയുടെ അടുത്ത് അവനെ ആക്കാൻ. അവൻ കംഫർട്ടബിളും ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട് ഒട്ടും പറ്റാത്ത സമയത്ത്. ബട്ട് അതർവൈസ് ഐ മേക്ക് ഷുവർ ദാറ്റ് അങ്ങനെ വേറൊരു സ്ഥലത്ത് മോൻ നിൽക്കില്ല. എപ്പോഴും അവൻ്റെ അച്ഛനോ അവൻ്റെ അമ്മയോ അവൻ്റെ കൂടെ ഉണ്ടാവുന്നത്. പക്ഷെ അത് അവന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കുണ്ടായ ഒരു വേദന അവൻ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അതെ, ആ ഒരു പറഞ്ഞില്ലേ എനിക്കത് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോഴും അത് പറയുമ്പോഴത്തേക്ക് ആ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാം. ശരിക്കും ആ കുഞ്ഞുനാളിൽ കിട്ടിയ ആ ഒരു പെയിൻ, അത് എന്താ പറയാ, അതൊരു ഒരിക്കലും മാറാത്തൊരു വലിയൊരു പെയിൻ. അതെ അതെ, കാരണം എന്താ പറയുക, നമുക്ക് ഒരു ഞാനാണെങ്കിൽ ഭയങ്കര എപ്പോഴും ഒരു സെൻറ്റിമെൻ്റൽ മനുഷ്യനാണ് ഞാൻ. എല്ലാ സമയത്തും ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ ചില ആൾക്കാർ ഭയങ്കര ഡിഫിക്കൽട്ടീസൊക്കെ തരുവേ. പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് ചിലപ്പം എന്താ പറയുക, എന്തെങ്കിലും ഹാർഷായിട്ട് സംസാരിക്കാനോ നോ ഒക്കെ പറയാനിപ്പോൾ ഞാൻ പഠിച്ചു. പക്ഷേ എന്തെങ്കിലും ഹാർഷായിട്ട് സംസാരിക്കാനോ ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ലൈഫിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റി നിർത്തൂലേ, അങ്ങനെ നിർത്താനൊന്നും എനിക്കിപ്പോഴും പറ്റൂല. അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ വിചാരിക്കാതെ എന്താണ് അങ്ങനെ പറ്റാത്ത. അപ്പം ഞാൻ ഇടയ്ക്ക് മാധവിക്കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മാധവിക്കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഒരു പൂച്ചേനെ പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അത്രയും സെൻറ്റിമെൻ്റലാണ് ഞാൻ. അപ്പോൾ എല്ലാത്തിനോടും അറ്റാച്ച്. അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നെങ്കിൽ ലൈഫ് ഭയങ്കര ബെറ്റർ ആയനെ എന്ന് വിചാരിക്കും. ബിക്കോസ് ഈ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം ഡിഫിക്കൽട്ടല്ലേ. അപ്പം എനിക്ക് തോന്നും അത് ആ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് എന്ന് വന്നതാണോ. അപ്പം ഞാൻ പഠിച്ച സൈക്കോളജിക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡൊക്കെ നോക്കുന്ന സമയത്ത് എനിക്കന്നങ്ങനെ ഭയങ്കര ട്രോമയായിട്ട് എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു ഭയങ്കര സെൻറ്റിമെൻ്റൽ മനുഷ്യനാവാൻ ചിലപ്പോൾ അതൊരു റീസൺ ആയിരിക്കും. എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആരെടുത്താൽ പറയണ്ടേ, എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പം എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അബ്യൂസ് ഉണ്ടാകുമ്പോൾ അത് ആരെടുത്ത് ഞാൻ പോയി പറയണം, അതൊന്നും എനിക്ക് അറിയില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു അമ്മയാണെങ്കിൽ ഉമ്മ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് സംഭവിക്കില്ലായിരുന്നു, ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടെ സെക്യൂർഡായാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്, എൻ്റെ ഗ്രാൻഡ് മദറാണ്, ഉമ്മമ്മയാണ്. ഞാൻ ഇപ്പം ഞാൻ തന്നെ സംസാരിച്ചൊരു കോൺവെർസേഷനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡസൻ എക്സിസ്റ്റ് എന്ന്. പക്ഷേ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവ്. എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ലോകത്തെ ഏറ്റവും നല്ല ആൾ ഞാനായിരുന്നു, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നു. എനിക്കൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 10 ആക്കിയിട്ട് പറയുമായിരുന്നു. എല്ലാവരുടെ അടുത്തും എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഇങ്ങനെ ഞാൻ മിക്കവാറും ദിവസം ഉമ്മമ്മൻ്റെ കൂടെയാണ് കിടക്കുക. അപ്പോൾ ഉമ്മമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഒരു നീളൻ മാലയാണ് ഇടുക, മുണ്ടും ബ്ലൗസും ഇങ്ങനെ തട്ടമാണ് ഉമ്മമ്മ ഇടുക. അപ്പോൾ എനിക്കിപ്പോഴും ഉമ്മമ്മൻ്റെ മണമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഇതിങ്ങനെ വായിച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ പ്രൊട്ടക്റ്റർ എൻ്റെ ഉമ്മമ്മയാണ്. ഉമ്മ മരിച്ചു പോയി കേട്ടോ, കുറേ വർഷമായി മരിച്ചിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, പക്ഷേ മേ ബി ആ സമയത്ത് എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയത് ഉമ്മമ്മ ആയതുകൊണ്ടും ആൻഡ് ലൈഫ് ലോങ്, അതായത് ഉമ്മമ്മ കുറേ കാലം വയ്യാണ്ട് കിടന്നു, കോമയിൽ കിടന്നു. അതിൻ്റെ തൊട്ട് മുന്നേ വരെയും എൻ്റെ എന്ത് കാര്യത്തിനും ഏറ്റവും എക്സൈറ്റഡ് ഉമ്മമ്മയായിരുന്നു. ഞാൻ ഇത് ചെയ്യാണ്. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും അവൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും കാർ ഓടിച്ച് വന്നു. അത് ഉമ്മമ്മൻ്റെ കണ്ണിലിങ്ങനെ കാണാം നമുക്ക് ആ തിളക്കം, ആ സന്തോഷം. അപ്പോൾ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ ഭയങ്കര റെയർ ആയിരിക്കും, ഭയങ്കര ലക്കി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഐ ഹാവ് ഫെൽറ്റ് ഞാൻ ഇങ്ങനെ അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിങ്ങനെ എൻ്റെ മൈൻഡിൽ അപ്പൊ എൻ്റെ ഉമ്മീൻ്റെ മമ്മീനെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച്
ഭയങ്കര സംസാരിക്കും. അവിടെ ചെയ്യുന്നത് അവര് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി നമ്മളാ, അവര് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആള് നമ്മളെ, ഏറ്റവും വേറെ ആരും ഇല്ല. ഇല്ല അങ്ങനെ തന്നെയാ. വേറെ അവരൊരു വേൾഡ് നമ്മളാണ് അവര്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയണേ, ഇത്ര എന്നെ സ്നേഹിക്കുന്ന ഗ്രാൻഡ് മദർ ഉണ്ടായിട്ട് പോലും എനിക്ക് ആ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയണേ. അപ്പം ഐ വുഡ് സജസ്റ്റ് അച്ഛനും അമ്മയ്ക്കും സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു കുഞ്ഞ് എന്നുള്ള തീരുമാനം എടുക്കുക. മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രം. ആരുടെയും തെറ്റല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ മോന് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നാളെ ചിലപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് അവനെന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം, നമുക്കറിയില്ല. എല്ലാവരും ബെസ്റ്റ് പോസിബിൾ വേ ആണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പാരൻസും അതാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ മോനത് ചെയ്യാൻ അങ്ങനെ ആവരുതേന്ന് വിചാരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താവും നമുക്ക് അറിയില്ല. അതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. ബട്ട് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ജസ്റ്റ് ഒരു പാരൻറ്റ് എപ്പോഴും കൂടെ. സെക്ഷൽ അബ്യൂസ് തന്നെയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പർ ആയിരുന്നു. എത്ര വയസ്സിലാ? 4th 5th ഒക്കെ പഠിക്കുന്ന സമയത്താണ്. നമുക്ക് ഇതെന്താന്ന് മനസ്സിലാവില്ല. ഇത് നമ്മൾ ആരോടാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.